Dear students, in this video we are discussing fundamental principle of counting, that is permutation and combination 7.1, that is plus 1 NCERT textbook chapter 7 section 1, fundamental principle of counting. Plus 1 students in പൊതുവെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കാരണം പ്രോബബിലിറ്റി തിയറിയിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്യണമെങ്കിൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ വേണം. അതല്ലാതെ മറ്റു ചാപ്റ്റേഴ്സിലെയും പ്രോബ്ലത്തിന് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലെ എല്ലാ ഈ NCERT ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ വർക്കൗട്ട് പ്രോബ്ലവും എക്സസൈസിലെ പ്രോബ്ലവും മുൻ ബോർഡ് എക്സാമിന് ചോദിച്ച പ്രോബ്ലവും കൂടാതെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ചെയ്ത പ്രോബ്ലം ഇവിടെ ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഇതിൻ്റെ കീമിനും അതുപോലെ തന്നെ ജെയ്ക്കുമുള്ള എൻട്രൻസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്? Fundamental principle of counting. If an event can occur m different ways, following which another event can occur n different ways, then the total number of occurrence of the event in the given order is m into n. അതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പറയുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ നോക്കാം. ഇവിടെ നമുക്ക് കണ്ണൂർക്ക് 3 ഡിഫറെന്റ് വേസിൽ പോകാമെന്ന് വിചാരിക്കുക. കണ്ണൂർക്ക് 3 ഡിഫറെന്റ് വേസിൽ പോകാം. ഇതാണ് 3 ഡിഫറെന്റ് വേസ്. കണ്ണൂരിൽ നിന്ന് കാലിക്കറ്റിലേക്ക് 2 ഡിഫറെന്റ് വേസിൽ പോകാമെന്ന് വിചാരിക്കുക. 2 ഡിഫറെന്റ് വേസിൽ പോകാം. ഇത് കണ്ണൂര്, ഇത് കാലിക്കറ്റ്, കോഴിക്കോട്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് കാലിക്കറ്റ് എത്ര ഡിഫറൻസ് വേസിൽ പോകാം നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6 ഡിഫറൻസ് വേസിൽ പോകാം. 6 റൂട്ടുകൂടെ പോകാം. ഇവിടുന്ന് കണ്ണൂർക്ക് 3 ഡിഫറെന്റ് റൂട്ട്സ് ആണുള്ളത്. കണ്ണൂരിൽ നിന്ന് കാലിക്കറ്റിലേക്ക് 2 ഡിഫറെന്റ് റൂട്ട്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കാലിക്കറ്റിലേക്ക് നമുക്ക് 3 into 2 6 ഡിഫറെന്റ് വേസിൽ പോകാം. ഇതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പറയുന്നത്. ഒന്നുകൂടി എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്? ആൻ ഈവന്റ് എ ക്യാൻ ഒക്കർ ഇൻ m ഡിഫറെന്റ് വേസ്, അനദർ ഈവന്റ് ബി ക്യാൻ ഒക്കർ n ഡിഫറെന്റ് വേസ്, then the total number of occurrence of the whole problem is m into n. ഇതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പറയുന്നത്. അതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഇനി വേറെ ഇതിന്റെ കൂടുതൽ തന്നെ നമുക്ക് another event following which a third event can occur p different ways, then the total number of occurrence of the event in the given order is m into n into p. ഇതാണ് ഒരു എ എന്ന് പറയുന്ന ഈവന്റ് m ഡിഫറെന്റ് വേസിലും, ബി എന്ന് പറയുന്ന ഈവന്റ് n ഡിഫറെന്റ് വേസിലും, സി എന്ന് പറയുന്ന ഈവന്റ് p ഡിഫറെന്റ് വേസിലുമാണെങ്കിൽ ടോട്ടൽ ഈവന്റ് ഒക്കറൻസ് m into n into p ആയിരിക്കും. This is very important. This is called fundamental principle of counting. Then example 1. Mohan has 3 pants and 2 shirts. How many different pairs of pant and shirt can he dress up with? Let us name the pants as മോഹന് 3 പാൻസ് ഉള്ളത്. പാൻസ് 1, പാൻസ് 2, പാൻസ് 3. 2 ഷർട്ടാണുള്ളത്. ഷർട്ട് 1, ഷർട്ട് 2. അങ്ങനെയാണെങ്കിൽ എത്ര തരത്തിൽ മോഹന് എത്ര ജോഡി ഉണ്ടാവും എന്നുള്ളതാണ്. ഡ്രസ്സിങ് എത്ര ജോഡി ഉണ്ടാവുന്നതാണ്. ഇതാണ് പാൻസ് 1, പാൻറ് 2, പാൻറ് 3. ഇത് പാൻറ് 1ഉം
ഷർട്ട് 1 കൂടി ഇടാം, പാൻറ് 1ഉം ഷർട്ട് 2ഉം കൂടി ഇടാം, പാൻറ് 2ഉം ഷർട്ട് 1ഉം കൂടി ഇടാം, പാൻറ് 2ഉം ഷർട്ട് 2ഉം കൂടി ഇടാം, പാൻറ് 3ഉം ഷർട്ട് 1ഉം കൂടി ഇടാം, പാൻറ് 3ഉം ഷർട്ട് 2ഉം കൂടി ഇടാം. അപ്പം ഈ കോമ്പിനേഷനിൽ 6 ഡിഫറെൻറ്റ് ടൈപ്സിൽ മോഹന് ഡ്രസ് ചെയ്യാം. ഫണ്ടമെന്റൽ ഇതാണ് 6. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് അത് തന്നെയാണ് 3 പാൻസ് ആൻഡ് 2 ഷർട്ട്, 3x2 6 പെയേഴ്സ് ഓഫ് പാൻസ് ആൻഡ് ഷർട്ട്. ഇതാണ്. അപ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പ്രോബ്ലം, എക്സാമ്പിൾ നമ്പർ 2. Sabaram has 2 school bags, 3 tiffin boxes and 2 water bottles. How many ways can she carry these items? Choosing one each. അപ്പം സബരത്തിന് 2 ബാഗ്, 3 ടിഫിൻ ബോക്സ്, 2 വാട്ടർ ബോട്ടിൽ. അങ്ങനെയാണെങ്കിൽ എത്ര തരത്തിൽ ചൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്പർ ഓഫ് വേസ് 2 × 3 × 2 12 വേസ്. ഇതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, എക്സാമ്പിൾ നമ്പർ 3. Find the number of 4-letter word with or without meaning which can be formed out of the letters rose where the repetition of the letters not allowed. ആണ്, അതാണ് റോസ് എന്ന് പറയുന്ന ഈ വേർഡിന്റെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര 4-letter വേർഡ് ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നത്, there are as many words as there are filling 4 vacant places. 4 vacant places. ഇതാ 4. നമ്മൾ റോസ് എന്ന് എഴുതുന്ന റോസിലെ സ്പെല്ലിംഗ് ഉപയോഗിച്ച് എങ്ങനെയാണ് എഴുതുക? ആദ്യം ഇവിടെ ഒരെണ്ണം എഴുതും, ആദ്യത്തെ സ്ഥലത്ത് ഒരെണ്ണം ഫില്ല് ചെയ്യും, ഈ വേക്കന്റ് പ്ലേസ് ഫില്ല് ചെയ്യും. എത്ര എണ്ണം? റോസിന് 4 ലെറ്റർ ഉണ്ട്, 4 ഫില്ല് ചെയ്യും. 4 ഏത് കൊണ്ട് തന്നെ ഫില്ല് ചെയ്യാം. 4 ഡിഫറെന്റ് ടൈപ്സിൽ ഫില്ല് ചെയ്യാം. അവിടെ ഒരെണ്ണം എഴുതി കഴിഞ്ഞാൽ പിന്നെ ബാക്കി 3 എണ്ണം ഉണ്ട്, അത് 3ഉം സെക്കൻഡ് വേക്കന്റ് പ്ലേസിൽ എഴുതാം. അവിടെയും 1 എഴുതി കഴിഞ്ഞാൽ പിന്നെ 2 എണ്ണം ബാക്കി ഉണ്ടാവും, അത് 3rd സ്പേസിൽ ഫില്ല് ചെയ്യാം, വേക്കന്റ് പ്ലേസിൽ ഫില്ല് ചെയ്യാം. പിന്നെ ഒരെണ്ണം ബാക്കിയുള്ളൂ, അത് ലാസ്റ്റ് പ്ലേസിലും ഫില്ല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ച് 4 × 3 × 2 × 1 ആണ്. 4 × 3 × 2 × 1 24 ഡിഫറെന്റ് വേസിൽ നമുക്ക് ഈ റോസിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വിത്തൗട്ട് ഓർ വിത്ത് മീനിങ് ഉണ്ടാക്കാം. അതാണ് ഇത് നിങ്ങൾ ഓർമ്മയുണ്ടാകണം. ഇത് റിപ്പീറ്റേഷൻ പറ്റൂല. വേർ ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ലെറ്റർ ഈസ് നോട്ട് അലൗഡ്. റിപ്പീറ്റേഷൻ അനുവദിക്കുന്നല്ല. അപ്പം ആദ്യം എഴുതുമ്പോൾ 4 എണ്ണമാണ്. 4 എണ്ണത്തിൽ ഒരെണ്ണം അവിടെ എഴുതും, പിന്നെ ആ എഴുതി ഉപയോഗിക്കാൻ പാടില്ല. അതാണ് പറയുന്നത്. ഇനി റിപ്പീറ്റേഷൻ അനുവദിക്കുകയാണെങ്കിലോ അതിൽ തന്നെ if the repetition of the letter is allowed, റിപ്പീറ്റേഷൻ അനുവദിക്കുകയാണെങ്കിൽ റോസിലെ ROSയിൽ 4 വേക്കന്റ് പ്ലേസിൽ ആദ്യം ഈ റോസ് ROSയിൽ ഏത് ലെറ്ററും ആദ്യം ഉപയോഗിക്കുക, ആദ്യം എഴുതാം. അവിടെ ഒരെണ്ണം എഴുതി, പിന്നെ രണ്ടാമത് നമുക്ക് ഈ 4 ലെറ്റർ ഏത് ഉപയോഗിക്കാം, രണ്ടാമതും 4 എണ്ണം എഴുതാൻ പറ്റും. മൂന്നാമത്തെ വേക്കന്റ് പ്ലേസിൽ 4 എണ്ണം എഴുതാൻ പറ്റും. 4ാമത്തെ വേക്കന്റ് പ്ലേസിലും 4 ഡിഫറെന്റ് ലെറ്റേഴ്സ് ഉപയോഗിക്കാം. അപ്പം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് 4 × 4 × 4 × 4 256 വേർഡ്സ് ഫില്ല് ചെയ്യുക. വേർഡ്സ് ഡിഫറെന്റ് വേസിൽ വിത്ത് ഓർ വിത്തൗട്ട് മീനിങ്ങിൽ എഴുതാൻ പറ്റും. ദെൻ എക്സാമ്പിൾ നമ്പർ 4. Given 4 flags of different colors, how many different signals can be generated if a signal required use 2 flags, one below the other? അങ്ങനെയാണ്. നമുക്ക് 4 കളറുണ്ട്, 4 ഡിഫറെന്റ് കളേഴ്സ് ഉള്ള ഫ്ലാഗുകളുണ്ട്. ഇതാ 4 എണ്ണം. അതിൽ നമുക്ക് 2 കളർ മുകളിലും താഴെയായിട്ട് കാണിച്ചാലാണ് ഒരു സിഗ്നൽ ഉണ്ടാകുക. 2 കളർ മുകളിലും താഴെയും കാണിക്കണം. അതാണ് 2 ഫ്ലാഗ്സ് 1 ബിലോ ദ അതർ. എത്ര തരത്തിൽ നമുക്ക് ഈ സിഗ്നൽ കാണിക്കുന്ന? There will be as many signal as there are ways of filling 2 vacant places in section by the 4 flag of different colors. ഈ 4 കളർ കൊണ്ട് ഈ 2 വേക്കന്റ് പ്ലേസിൽ എത്ര തരത്തിൽ ഫില്ല് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യത്തെ നമുക്ക് നോക്കാം. ആദ്യത്തെ നമുക്ക് ഒരു കളർ ഫില്ല് ചെയ്യുന്നു,
രണ്ടാമത്തതിൽ അത് തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഇതിൽ വേറൊരു കളർ ഫില്ല് ചെയ്യുന്നു. അങ്ങനെ ഇങ്ങനെ എത്ര തരത്തിൽ കളർ ഫില്ല് ചെയ്യാന്നുള്ള, എത്ര തരത്തിൽ ഫ്ലാഗ് നമുക്ക് എത്ര സിഗ്നൽ കാണിക്കാന്നുള്ളതാണ്, എത്ര തരത്തിൽ സിഗ്നൽ കാണിക്കാന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ആദ്യം എത്ര ഫ്ലാഗ് ഉണ്ടാവും? 4 എണ്ണം. ഇതാണ് മുകളിൽ നമുക്ക് 4 എണ്ണത്തിൽ മുകളിൽ 4 ഏതും വെക്കാം, ഏത് കളറും കാണിക്കാം. 4 ഫ്ലാഗ്സ് ആണുള്ളത്. 4 ഫ്ലാഗിൽ ഏതും മുകളിൽ കാണിക്കാം. അവിടെ ഒരെണ്ണം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര എണ്ണം ഉണ്ട്? ദെൻ റിമൈനിങ് 3 ഫ്ലാഗ്സ്, അത് രണ്ടാമത്തെ വേക്കന്റ് പ്ലേസിൽ ആ 3 ഫ്ലാഗ്സും കാണിക്കാം. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് 4 into 3 12 സിഗ്നൽസ് കാണിക്കാം. അതാണ് 12 സിഗ്നൽസ് കാണിക്കാം. ഈ 4 ഫ്ലാഗ് കൊണ്ട് 2 ഫ്ലാഗ് വീതം മുകളിലും താഴെയും ആണെങ്കിൽ 12 സിഗ്നൽസ് കാണിക്കാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർമ്മയാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നമ്പർ 5. How many 2-digit even numbers can be formed from the digit 1, 2, 3, 4, 5 if the digit can be repeated? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 5 ഡിജിറ്റ് കൊണ്ട് എത്ര ഈവൻ നമ്പേഴ്സ് ഫോം ചെയ്യാന്നുള്ളതാണ്. There will be as many ways as there are ways of filling 2 vacant places in succession by 5 given digits. സക്സഷൻ ആയിട്ട് 2 വേക്കന്റ് പ്ലേസിൽ ഇതാണ് 2 വേക്കന്റ് പ്ലേസ് വിചാരിക്കുക, എത്ര തരത്തിൽ ഫില്ല് ചെയ്യാന്നുള്ളതാണ്. ഹിയർ ഇൻ ദിസ് കേസ് വി സ്റ്റാർട്ട് ഫില്ലിംഗ് ഇൻ യൂണിറ്റ് പ്ലേസ്. ആദ്യം നമ്മൾ യൂണിറ്റ് പ്ലേസ് ആണ്, ബിക്കോസ് ദ ഓപ്ഷൻ ഫോർ ദിസ് പ്ലേസ് ആർ 2 ആൻഡ് ഫോർ ഓൺലി ദിസ് ക്യാൻ ബി ഡൺ ഇൻ 2 ways. ഇതാണ്. ഇവിടെ നമുക്ക് എത്ര എണ്ണം എഴുതാം? ഇവിടെ ഈ 2ഉം 4ഉം ഈവൺ ഉള്ളൂ. അപ്പൊ നമുക്ക് യൂണിറ്റിന്റെ ബേസിൽ 2 ലെറ്റർ എഴുതാൻ പറ്റുള്ളൂ. 2 ലെറ്റർ ആണ് എഴുതാൻ പറ്റുക, 2 ഡിജിറ്റ് ആണ് എഴുതാൻ പറ്റുക. അതിൽ 2ൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ അവിടെ എഴുതും. ഇവിടെ പെർമിസിബിൾ ആയിട്ടുള്ള 2 ഡിജിറ്റ് ആണ് യൂണിറ്റ് പ്ലേസിൽ. പിന്നെ നമ്മൾ 10th പ്ലേസിൽ വി സ്റ്റാർട്ടിംഗ് ഫില്ലിംഗ് ദ യൂണിറ്റ് പ്ലേസ് because the option for this place are 2 and 4 only. 2ഉം 4ഉമേ അവിടെ എഴുതാൻ പറ്റുള്ളൂ. and this can be done in 2 ways. 2 തരത്തിലേ എഴുതാൻ പറ്റുള്ളൂ. following it 10th place, ഇതാണ് 10th പ്ലേസ്, filled by any one of the 5 digit in 5 different ways. ഇവിടെ 5 തരത്തിൽ എഴുതാം. ബാക്കി ഇവിടെ 2 തരത്തിൽ എഴുതുള്ളൂ, ഇവിടെ 5 തരത്തിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ എത്ര ഈവൻ നമ്പർ എഴുതാം? 5 into 2 10 നമ്പേഴ്സ്. ഈ 1, 2, 3, 4, 5 എന്ന് പറയുന്ന ഡിജിറ്റ് കൊണ്ട് 10 ഈവൺ നമ്പേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് എഴുതിയ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യും. ഇനി നമുക്ക് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഏതൊക്കെയാന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഡിജിറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ് എന്നാണ് പറഞ്ഞത്. ഇനി ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈ യൂണിറ്റ് പ്ലേസ് ഒറ്റയുടെ സ്ഥാനത്ത് നമുക്ക് 2 നമ്പർ എഴുതാം. 2 or 4 2 നമ്പർ പെർമിസിബിൾ ആണ്. അവിടെ 2 നമ്പറിൽ ഈ 2 or 4 അവിടെ ഏതെങ്കിലും ഒന്ന് എഴുതും. 2 numbers ഈസ് പെർമിസിബിൾ, ബട്ട് വി ക്യാൻ റൈറ്റ് ഓൺലി 1 number, ദാറ്റ് ഈസ് 2 or 4 അവിടെ എഴുതും. ദെൻ റിമൈനിങ് പിന്നെ എത്ര ഡിജിറ്റുകൾ ഉണ്ടാവും? പിന്നെ 4 ഡിജിറ്റ് ആണുള്ളത്. 4 into 2. അതാണ് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈവൺ നമ്പേഴ്സ് 4 into 2 8 എഴുതാൻ പറ്റുള്ളൂ. 8 ഈവൺ നമ്പേഴ്സ്. നമുക്കിപ്പോൾ ഏതൊക്കെയാണ് ആ ഡിജിറ്റുകൾ എന്നൊന്ന് നോക്കാം. ഇപ്പം 2വിൽ തീരുന്ന നമ്പറുകൾ ഏതൊക്കെയാ? 1 2 2 2 3 2 4 2 5 2. ദെൻ 4ൽ തീരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 1 4 2 4 3 4 4 4 5 4. ഇതാണ്. എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9 10. ഇതാണ് ഈ 10 ലെറ്റേഴ്സ്. അതാണ് നമുക്ക് 10 നമ്പേഴ്സ് എന്ന് കിട്ടിയത്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് പറ്റൂല. 2 2 പറ്റൂല, 4 4 പറ്റൂല, ബാക്കിയുള്ളതൊക്കെ പറ്റും റിപ്പീറ്റിന്. അതാണ് ഈ 8 നമ്പേഴ്സ്. അത് നിങ്ങളുടെ ഓർമ്മ വേണം. അതാണ് ഇതൊക്കെ നമ്മൾ കോമ്പിനേഷനിലും ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും.
പക്ഷെ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം എക്സാമ്പിൾ 6. Find the number of different signals that can be generated by arranging at least 2 flags in order, one below the other, on vertical step if 5 different flags are available. 5 different colors available ആണ്. 5 different colors available ആണ്. ഒരു സിഗ്നൽ കാണിക്കാനായിട്ട് 2 എണ്ണമെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് 2 ഫ്ലാഗ്സ് എങ്കിലും വേണം ഒരു സിഗ്നൽ കാണിക്കാൻ. 2 ഫ്ലാഗ് കാണിച്ചാലേ ഒരു സിഗ്നൽ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര സിഗ്നൽ കാണിക്കാന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് നോക്കാം. 2 സിഗ്നൽ ഉള്ളത് എത്ര എണ്ണം കാണിക്കാം? ഇതാണ് 2 സിഗ്നൽ. മുകളിൽ ഒരു കളർ കാണിക്കാം, താഴെ ഒരു കളർ കാണിക്കാം. മുകളിൽ ഒരു കളർ കാണിക്കും, താഴെ ഒരു കളർ വേറൊരു കളർ കാണിക്കും. ഇങ്ങനെ എത്ര സിഗ്നൽസ് കാണിക്കാം എന്നാണ്. മുകളിൽ 5 സിഗ്നൽസ് 5 ഫ്ലാഗ് മുകളിൽ കാണിക്കാം. താഴെ മുകളിൽ 5 എണ്ണം കാണിച്ചു കഴിഞ്ഞാൽ താഴെ പിന്നെ 4 എണ്ണം. അങ്ങനെയാണെങ്കിൽ 2 ഫ്ലാഗ് വീതം 5 into 4 20 സിഗ്നൽസ് കാണിക്കാം. പിന്നെ അങ്ങനെയാണെങ്കിൽ മിനിമം 2 എണ്ണം സിഗ്നൽസ് വേണമെന്നാണ് പറയുന്നത്. മിനിമം 2. ഇനി 3 എണ്ണത്തിന് സിഗ്നൽ കാണിക്കാം. 3 ഫ്ലാഗ് ഉണ്ടെങ്കിലും സിഗ്നൽ കാണിക്കാം. 3 ഫ്ലാഗിന്റെ 3 കളറിന്റെ എത്ര സിഗ്നൽ കാണിക്കാം? ഏറ്റവും മുകളിൽ 5 കളേഴ്സ് കാണിക്കാം. അതിന്റെ താഴെ നമുക്ക് ഒരു കളർ മുകളിൽ കാണിക്കാം, പിന്നെ താഴെ 4 കളർ കാണിക്കാം, പിന്നെ 3 കളർ കാണിക്കാം. അപ്പൊ 3 കളേഴ്സിന്റെ എത്ര സിഗ്നൽ കാണിക്കാം? 5 into 4 into 3 60 കളേഴ്സ്. പിന്നെ 4ന്റെ ആണെങ്കിലോ ഇതിന്റെ താഴെ ഒരു സിഗ്നൽ കൂടെ കാണിക്കാം താഴെ. അപ്പൊ ഇവിടെ 2 സിഗ്നൽ കാണിക്കാം 4 into. അപ്പൊ അത് 4 സിഗ്നൽസിന്റെ എത്ര എണ്ണം കാണിക്കാം? 5 into 4 into 3 into 2 120 ബേസിൽ 5. ഇനിയോ 5 സിഗ്നൽ, പിന്നെ 5 ഫ്ലാഗ് ഉണ്ട്. 5 ഫ്ലാഗും 1 below the other ആയിട്ട് 5 ഫ്ലാഗും കാണിച്ചു കഴിഞ്ഞാൽ അത് എത്ര എണ്ണം കാണിക്കാം? ഏറ്റവും മുകളിൽ 5 എണ്ണം പെർമിസിബിൾ ആണ്, അവിടെ ഒരെണ്ണം കാണിക്കും. പിന്നെ 4 ഫ്ലാഗ് ഉണ്ട്, അത് രണ്ടാമത്തെ പൊസിഷനിൽ 4 എണ്ണം കാണിക്കാം. പിന്നെ 3 എണ്ണം ഉണ്ട്, മൂന്നാമത്തെ പൊസിഷനിൽ 3 എണ്ണം കാണിക്കാം. പിന്നെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 4ാമത്തെ പൊസിഷനിൽ 2 എണ്ണം കാണിക്കാം. പിന്നെ ഒരു ഫ്ലാഗ് ഉള്ളത് അവസാനം കാണിക്കും. അപ്പൊ 5 ഫ്ലാഗും തമ്മിൽ എത്ര എണ്ണം കാണിക്കാം? നമ്പർ ഓഫ് 5 ഫ്ലാഗ് സിഗ്നൽസ് 5 into 4 into 3 into 2 into 1 120 വേസ്. 4 ഫ്ലാഗ് സിഗ്നൽസും 120 തന്നെയാണ്. 3 ഫ്ലാഗ് സിഗ്നൽസ് 60, 2 ഫ്ലാഗ് സിഗ്നൽസോ 20. അപ്പൊ എത്ര നമുക്ക് സിഗ്നൽസ് കാണിക്കാം? ഇതെല്ലാം കൂടെ കൂടി 20 plus 60 plus 120 plus 120 360 വേസിൽ നമുക്ക് സിഗ്നൽസ് കാണിക്കാം. ഓക്കെ, then example number 7. How many 3-digit numbers can be formed from the digit 1, 2, 3, 4 and 5 assuming that repetition of the digit is allowed? റിപ്പീറ്റേഷൻ അനുവദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 5 ലെറ്ററിൽ ഈ 5 അന്നേരം 1, 2, 3, 4, 5 ഏതു ആദ്യ 100ന്റെ പ്ലേസിൽ ഏതും എഴുതാം. 5 എണ്ണം എഴുതാം. 100ന്റെ പ്ലേസ് 10ന്റെ പ്ലേസിലോ അവിടെ 5 എണ്ണം പെർമിസിബിൾ ആണ്. ഏതും എഴുതി തന്നെ പിന്നെ എഴുതാം. പിന്നെ 5 എണ്ണം ഉണ്ട്. ദെൻ റിമൈനിങ് 5 ഓൾസോ എല്ലാം അനുവദിക്കുന്നതാണ്. അപ്പം എത്ര ലെറ്റേഴ്സ് എഴുതാം? 5 into 5 into 5 125. അതൊരു ലെറ്റർ ആയിരിക്കും. ഇത് 1, 2, 3 അതൊരു ലെറ്റർ ആണ്. 1, 1, 1 ലെറ്റർ ആണ്. 4, 5, 3 ലെറ്റർ ആണ്. 4, 4, 4 ഒക്കെ ലെറ്റർ ആണ്. റിപ്പീറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തത് ഇതെന്താ? ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ഡിജിറ്റ് ഈസ് നോട്ട് അലൗഡ്. റിപ്പീറ്റേഷൻ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ 100ന്റെ പ്ലേസിൽ എത്ര എണ്ണം എഴുതാം? ഇപ്പൊ അത്ര ലെറ്ററാ ഉള്ളത്? 5 ലെറ്ററാണ് നമുക്കുള്ളത്. 1, 2, 3, 4, 5 5 ലെറ്ററാണുള്ളത്. അതിലേതെങ്കിലും ഒരു 100ന്റെ പ്ലേസിൽ എഴുതും. പിന്നെ ബാക്കി 4 എണ്ണേ ഉള്ളൂ. അത് 10ന്റെ പ്ലേസിൽ ആ 4 എണ്ണം എഴുതാം. പിന്നെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉള്ളൂ. അത് യൂണിറ്റ് പ്ലേസിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് എത്ര എണ്ണം എഴുതാം? 5 into 4 into 3 60. അതാണ് ഏതായ ഒരു നമ്പർ. 1, 2, 3 ഒരു നമ്പറാണ്. 1, 2, 4 ഒരു നമ്പറാണ്. 1, 2, 2 അനുവദിക്കുന്നില്ല. ഇവിടെ 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാത്ത 60 വേർഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ എക്സാമ്പിൾ നമ്പർ 8. How many 3-digit even numbers can be formed from the digit 1, 2, 3, 4, 5, 6 if the digit can be repeated? ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാന്നുണ്ടെങ്കിലാണ്.
എങ്ങനെയാണ് നമ്മൾ എഴുതുക? ആദ്യം ഇത് ഈവൻ നമ്പറാണ് ഫോം ചെയ്യേണ്ടത്. ഈവൻ നമ്പറാണ് ഫോം ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ യൂണിറ്റ് പ്ലേസിൽ ഒന്നുകിൽ 2 വരാം, അല്ലെങ്കിൽ 4 വരാം, അല്ലെങ്കിൽ 6 വരാം. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ നമുക്ക് എഴുതാവുന്ന എത്ര എണ്ണേ ഉള്ളൂ? ഈ 3 ഡിജിറ്റേ ഉള്ളൂ. ഈ 3 ഡിജിറ്റ് ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ യൂണിറ്റ് ഡിജിറ്റിൽ 2, 4, 6 ഇതാ ഇവിടെ 3 ഡിജിറ്റ്സേ ഉള്ളൂ എഴുതാൻ പറ്റുള്ളൂ. 100ന്റെ ഈ 5ൽ ഈ 6ൽ 100ന്റെ പ്ലേസിൽ ഏതും എഴുതാം, 6 എണ്ണോ എഴുതാം. 10ന്റെ പ്ലേസിലോ 6 ഡിജിറ്റ് എഴുതാം, ഇവിടെ 6 ഡിജിറ്റ് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് 6 × 6 × 3 108 പ്ലേസിൽ എഴുതാം. അതാണ് അതിന്റെ കാര്യം. ദെൻ ഇനി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതാ ഡിജിറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ്. ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ എഴുതും? ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും? ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ നമുക്ക് 3 എണ്ണം അനുവദിച്ചിട്ടുണ്ട്. 3 എണ്ണം അനുവദിച്ചിൽ ഒരെണ്ണം അവിടെ എഴുതും. 2, 4, 6 ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ എഴുതും. അത് കഴിഞ്ഞാൽ പിന്നെ എത്ര എണ്ണം ബാക്കിയുണ്ട്? പിന്നെ ഒരെണ്ണം അവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ 5 എണ്ണം ബാക്കിയുള്ളൂ. അതിൽ 5ഉം ഇവിടെ എഴുതാം. പിന്നെ ഇവിടെ ഒരെണ്ണം എഴുതി, ഇവിടെ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഇവിടെ ഒരെണ്ണം എഴുതി, ഇവിടെ 5ൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതി. പിന്നെ എത്രയേ ബാക്കിയുള്ളൂ? പിന്നെ 4 എണ്ണേ ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എത്രയാണ്? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ചിട്ട് 5 × 4 × 3 ആണ്. 60 നമ്പേഴ്സേ എഴുതാൻ പറ്റുള്ളൂ. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 108, റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ 60 നമ്പേഴ്സ്. ഓക്കെ. ദെൻ എക്സാമ്പിൾ നമ്പർ 9. How many 5-letter code can be formed using the 10 letters of the English alphabet? First 10 letters of the English alphabet. If no letter can be repeated. English ആദ്യത്തെ A B C D E F G H I J. ഈ J വരെയുള്ള 10 ലെറ്റേഴ്സ് കൊണ്ട് എത്ര 5 ലെറ്റർ ഉള്ള എത്ര കോഡ് എഴുതാമെന്നാണ്. ലെറ്റർ ക്യാൻ ബി, ഈ നോ ലെറ്റർ ക്യാൻ ബി റിപ്പീറ്റഡ്. അപ്പം 10 ലെറ്റർ ആണുള്ളത്. 10 ലെറ്ററിൽ ഏതും ആദ്യം എഴുതാം. ഇവിടെ 10 എഴുതാം, 10ൽ ഏതും എഴുതാം. അവിടെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലാത്ത അവിടെ ഒരെണ്ണം എഴുതും. പിന്നെ ബാക്കി 9 എണ്ണേ ഉള്ളൂ. അത് രണ്ടാമത്തെ പ്ലേസിൽ എഴുതും. പിന്നെ 8 ബാക്കിയുള്ളൂ, അതിവിടെ എഴുതും. പിന്നെ 7 ബാക്കിയുള്ളൂ, അതിവിടെ എഴുതും. ഞാൻ ഇവിടെ 5 ലെറ്റർ കോഡ് എന്നല്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ള 4 ലെറ്റർ കോഡ് എന്ന്, അതുകൊണ്ട് ഞാൻ എഴുതുക 4 ലെറ്റർ കോഡ്. അങ്ങനെയാണെങ്കിൽ 5 × 9 × 8 × 7 50, 40. ഇനി 5 ലെറ്റർ കോഡാണെങ്കിലോ ഇവിടെ ഒരു വരയും കൂടെ ഇടുക, ഇവിടെ 6. അപ്പോൾ ഇതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 5 ലെറ്റർ കോഡ്. വെരി സിമ്പിൾ. ഇനി കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ലെറ്റർ 10 ലെറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്ര കോഡ് ഉണ്ടാക്കാം? 10 × 9 × 8 × 7 10 ഫാക്ടോറിയൽ. അതാണ് വരിക. അത് നമ്മൾ പിന്നെ പഠിക്കും, ഫുള്ളായിട്ട് പഠിക്കും. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നമ്പർ 9. എക്സാമ്പിൾ നമ്പർ 9. How many 5-digit telephone number can be constructed using the digit 0 to 9 if each number starts with 67 and no digit appears more than once? അതാണ് 67 തുടങ്ങാൻ പറ്റുള്ളൂ, 5 ഡിജിറ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ 2 നമ്പറും 67 ആണ്. അപ്പോൾ ഇവിടെ 6 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, അപ്പോൾ അവിടെ ഒരെണ്ണം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ 7 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, അവിടെയും 1 എഴുതും. പിന്നെ എത്ര എണ്ണം ബാക്കിയുണ്ട്? പിന്നെ ഈ 0 to 9 പിന്നെ 8 ലെറ്റർ ബാക്കിയുണ്ട്. 8 ലെറ്ററിൽ ഏതും ഇവിടെ എഴുതാം. നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ 1, ഒന്നിൽ കൂടുതൽ ഉപയോഗിക്കത്തില്ല. പിന്നെ ഇവിടെ എത്ര എണ്ണം എഴുതാം? 4ാമത്തെ സ്ഥാനത്ത് 7 എണ്ണം എഴുതാം. പിന്നെ എത്ര എണ്ണം ബാക്കിയുണ്ട്? പിന്നെ 6 എണ്ണം ബാക്കിയുണ്ട്. അത് 6 ഇവിടെ എഴുതാം, 6ൽ ഏതും എഴുതാം. അപ്പോൾ 5 ഡിജിറ്റ് ടെലിഫോൺ നമ്പർ ഇത്രയും. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് 1 × 1 × 8 × 7 × 6 36 വേസിൽ ഈ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ് കൊണ്ട് 5 ഡിജിറ്റ് ടെലിഫോൺ നമ്പർ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ 67 തുടങ്ങുന്ന ഇപ്പോൾ 6, 7, 8 തുടങ്ങുന്നതെന്നാണല്ലോ. 6, 7, 8 ഇത് നമ്മളിവിടെ 8 എഴുതും, ഇവിടെ 8 എഴുതും.
അപ്പോൾ നമുക്ക് പിന്നെ എന്താ ഇവിടെ അപ്പോൾ നമുക്ക് എന്താ 6, 7, 8 തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ എത്ര നമ്പർ ബാക്കിയുണ്ട്? ബാക്കി 7 നമ്പർ ബാക്കിയുണ്ട്. അപ്പം 1 × 1 × 1 × 7 × 6. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. അപ്പോൾ 7 × 6 വരുള്ളൂ. 42 ടെലിഫോൺ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ example number 10. A coin is tossed 3 times and outcomes are recorded. How many possible outcome are there? Probability നമുക്ക് വരും. അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. അപ്പോൾ നമ്മളൊരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യാണ്. ഇത് നമ്മൾ പലതരത്തിൽ ഇത് ചെയ്യും. ബെർണോളിസ് ട്രയലൊക്കെ ഉപയോഗിച്ച് ഒരു കോയിൻ 3 പ്രാവശ്യം ചെയ്യും. ആദ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കം കിട്ടാം? ഹെഡ് ഓർ ടെയിൽ? 2 ഔട്ട്കം കിട്ടാം. രണ്ടാമത് കോയിൻ ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കം കിട്ടാം? 2 ഔട്ട്കം കിട്ടാം. മൂന്നാമത് ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കം കിട്ടാം? 2 ഔട്ട്കം കിട്ടാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഹൗ മെനി പോസിബിൾ ഔട്ട്കം? 2 × 2 × 2 8 പോസിബിൾ ഔട്ട്കം. നമ്മൾ ആദ്യത്തെ സെക്ഷനിലെ എല്ലാ പ്രോബ്ലം ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ 4 വീഡിയോ ആയിട്ടായിരിക്കും NCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചെയ്യുക. 4 വീഡിയോ ആയിട്ടാണ്. 4 സെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് 4 വീഡിയോ. എല്ലാ പ്രോബ്ലവും ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അഡീഷണൽ പ്രോബ്ലം ചെയ്യും കുട്ടികൾക്ക്. പക്ഷേ പല പ്രാവശ്യം കുട്ടികൾ ഇത് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ അത് കൂടാതെ നമ്മൾ ജെയ്ക്കും കീമിനുമുള്ള ഇതിൻ്റെ അകത്ത് ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അത് കാണുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരും. അത് കാണണമെന്നുള്ളവർ മാത്രം ചെയ്താൽ മതി. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഇതൊക്കെ ഷോർട്ട് കട്ട് മെത്തേഡിൽ വേറെ മെത്തേഡുണ്ട്. നമ്മൾ ഇപ്പോൾ ഇതുവരെ നമ്മൾ ഇൻ്റഗ്രേഷനിലെ 2 വീഡിയോ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്തു. ഒരു ലൈനിൽ അതൊക്കെ ജെയ്ക്കൊക്കെ അതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇൻ്റഗ്രേഷൻ ഫുള്ളൊന്നും ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റില്ല. +2 സിലബസിലുള്ള ഇൻ്റഗ്രേഷൻ ശരിക്കും പഠിക്കുക. പഠിച്ചു കഴിഞ്ഞ് ഫണ്ടമെൻ്റലായിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യാം. അത് ഒറ്റ ലൈനിലേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷനിലെ 2 വീഡിയോ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്തു. ഡിഫറൻസിയേഷനിലെ 1 വീഡിയോ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്തു. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.